ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ കാർഡ്സാണ് കിട്ടിയതെന്ന് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ്: 6 ഓഫ് വൺസ്, എംപറർ, കിങ് ഓഫ് കപ്സ്, ഹെറോഫൻറ്റ്, 4 ഓഫ് വൺസ്, 10 ഓഫ് സോഡ്സ്. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ലവ് ലൈഫ് റിലേഷനിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന്. ആദ്യം തന്നെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ, അയാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ ചാൻസ് ഉണ്ടാവും. റെസനേറ്റ് ആവുന്നതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ലൊരു മെച്ചോർഡ് പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് കൺട്രോൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണം എന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ശാന്തമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിനെ പുറത്ത് കാണിക്കാതെ, അയാളുടെ ഇമോഷൻസിനെ ഒന്നും പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം. അതുപോലെ തന്നെ നെയിം, ഫെയിം ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അതിനൊരു ഇമ്പോർട്ടൻ്റ് വാല്യൂ കൊടുക്കുന്നൊരു വ്യക്തി കൂടി ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കും. കമ്മിറ്റ്മെൻറ്റ്, വാല്യൂസ്, റെസ്പെക്റ്റ് ഇവയ്ക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ലൈഫിൽ നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ വ്യക്തി പാസ്റ്റിൽ ഹേർട്ട് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് പെരുമാറുന്നത്. മുന്നോട്ട് വരാൻ അവർക്ക് ഒരു മടിയുള്ളതുപോലെയുണ്ട്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നൊരു നേച്ചറാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയി എന്നാണ് പലരും വിചാരിച്ചിട്ടുണ്ടാവുക. ഇനി കണക്ഷന് മുന്നോട്ട് പോവില്ല, കണക്ഷൻ ഫുള്ളി ബ്രേക്കപ്പായി എന്നുള്ള ഒരു തോട്ടിലായിരിക്കും. പക്ഷേ അതൊരു ടെമ്പററി മാത്രമായിട്ടാണ് ഈ സ്പ്രെഡിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റ് ഹേർട്ടാവട്ടെ, ഡിസപ്പോയിൻമെൻ്റ് ആവട്ടെ, എല്ലാം അവസാനിക്കുന്ന ഒരു എൻഡ് സൈക്കിളാണ്. ആ ഒരു ഫേസ് അവസാനിച്ച് ഒരു പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഈ സ്പ്രെഡിലൂടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തി മുൻപ് ഇമ്മച്യൂർഡായിട്ട് പെരുമാറിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മെച്യൂരിറ്റി വരികയാണ് ചെയ്യുന്നത്. അവർ ഈ ഒരു കണക്ഷനെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ മെച്യൂർഡ് കൂടിയിട്ട് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സീരിയസ് ആണ്, എനിക്കിത് വേണം, ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തോട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ അത് വളരെ ഡീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു എനർജി കൂടിയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഫീലിങ്സ് ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഫീലിങ്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ഇത് പറയണം, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നും ആഗ്രഹിക്കുന്നതായിട്ട് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ, അവസാനം ഒരു റിയൂണിയൻ തന്നെ കാണുമെന്നാണ് ഇതിൽ ഈ ഒരു കാർഡ് പറയുന്നത്. നമുക്കറിയാലോ, ഒരു സ്റ്റെബിലിറ്റി, ഹാർമണി, ഹാപ്പി ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് 4 ഓഫ് വൺസ്. ഒരു റിയൂണിയൻ എനർജീനെ കാണിക്കുന്ന കാർഡ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഓവറോൾ ഈ ഒരു സ്പ്രെഡിൽ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന ഹേർട്ട്, കൺഫ്യൂഷനൊക്കെ എൻ്റെ ആയിട്ട് അതിനുശേഷം നിങ്ങൾക്കൊരു ക്ലാരിറ്റി, സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു. നിങ്ങൾക്കിടയിലുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ബിൽഡ് ആവുന്നുണ്ട്. റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഫൈനലി സ്റ്റേബിൾ ആൻഡ് ഹാപ്പി എനർജിയാണ് ഇതിൽ കാണുന്നത്. ഇതാണ് ഓവറോൾ നിങ്ങളുടെ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇനി കുറച്ച് ജനറൽ ക്ലൂസ് നോക്കാം. ഇത് വെറും ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വർക്ക് ചെയ്യുന്നത് സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ അതും അല്ലെങ്കിൽ അഡ്മിൻ റോൾസ്, ഗവൺമെൻറ് ജോബ്,
ഓഫീസ് റിലേറ്റഡ് ജോബ്, അങ്ങനെയുള്ള ജോബുകളൊക്കെ ആയിരിക്കാം. ഒരു ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ഒരു റോളൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആയ ക്ലൂസ് ആണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ക്ലെയിം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ AMSRKJ, ഇതൊരു ഇനീഷ്യൽ ലെറ്റേഴ്സാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ക്ലെയിം ചെയ്യുക, ഈ എനർജി ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുക.